പാഠം 4 ബീർബൽ. കനകറാമും ചമൻലാലും അയൽക്കാരാണ്. കനകറാം ധനികനും അതുകൊണ്ട് അല്പം അഹങ്കാരിയും. ചമൻലാലോ കൃഷിക്കാരനും ദരിദ്രനും. പക്ഷേ ചമൻലാൽ സത്യസന്ധനും ദൈവഭക്തനുമാണ്. കൃഷിക്കാരനായ ദരിദ്രനായ ചമൻലാൽ സത്യസന്ധനാണ്, ദൈവഭക്തനാണ്. കനകറാമാകട്ടെ അങ്ങനെയല്ലതാനും. എന്നാലും രണ്ടുപേരും അയൽക്കാരായതിനാൽ ചങ്ങാതിമാരായിട്ടാണ് ജീവിച്ചത്. ഒരു ദിവസം ചമൻലാൽ ഒരു സ്വപ്നം കണ്ടു. കനകറാമിൽ നിന്ന് 100 സ്വർണ നാണയങ്ങൾ വാങ്ങിയെന്നായിരുന്നു സ്വപ്നം. അതുകൊണ്ട് മനോഹരമായ പട്ടുവസ്ത്രങ്ങൾ വാങ്ങി, രുചികരമായ ഭക്ഷണം കഴിച്ചു, ഭാര്യയ്ക്കും മക്കൾക്കും സമ്മാനങ്ങൾ നൽകി. സന്തുഷ്ടമായ ജീവിതം ഇങ്ങനെയെല്ലാം സ്വപ്നത്തിൽ ദർശിച്ചു. ചമൻലാൽ കണ്ട സ്വപ്നമായിരുന്നു ഇത്. ശുദ്ധഗതിക്കാരനായ ചമൻലാൽ പിറ്റേന്ന് കനകറാമിനെ കണ്ടപ്പോൾ താൻ കണ്ട സ്വപ്നം അയാളെ അറിയിച്ചു. അല്പനേരം കനകറാം ആലോചിച്ചു നിന്നു. അപ്പോൾ ചമൻലാൽ ചോദിച്ചു, ചങ്ങാതി, നീ എന്താ ആലോചിക്കുന്നത്? ഗൗരവം വിടാതെ കനകറാം പറഞ്ഞു, എപ്പോഴാണ് നീ ആ സ്വർണ നാണയങ്ങൾ തിരിച്ചു നൽകുക എന്നാലോചിക്കുകയായിരുന്നു ഞാൻ. തിരിച്ചു നൽകാനോ? ഞാൻ സ്വപ്നത്തിലല്ലേ വാങ്ങിയത്? ചമൻലാൽ പറഞ്ഞു. സ്വപ്നത്തിലായാലും കടം തന്നെയാണ്, അത് തിരിച്ചു തന്നേ മതിയാവൂ, കനകറാം തറപ്പിച്ചു പറഞ്ഞു. ചമൻലാൽ ഞെട്ടിപ്പോയി. ഇനി എന്താ ചെയ്യുക? അയാൾ പലരോടും താൻ അകപ്പെട്ടിരിക്കുന്ന ഊരാക്കുടുക്കിനെ കുറിച്ച് പറഞ്ഞു. മിക്കവാറും ആളുകൾ കനകറാമിന്റെ ചങ്ങാതിമാരാണ്. അതുകൊണ്ട് അവരെല്ലാം കൈമലർത്തി. കൂടുതൽ ആൾക്കാരും കനകറാമിന്റെ പക്ഷത്തുള്ളവരാണ്. കനകറാമിന്റെ കൂട്ടുകാരാണ്. കാരണം കനകറാം ധനികനാണ്. അതുകൊണ്ട് ചമൻലാലിനെ ആരും സഹായിച്ചില്ല. എന്നാൽ ഒരാൾ പറഞ്ഞു, നീ ചക്രവർത്തിയോട് വിഷമം പറയുക, അദ്ദേഹം പരിഹാരമുണ്ടാക്കും. പ്രശ്നം അക്ബർ ചക്രവർത്തിയുടെ മുന്നിലെത്തി. സവിശേഷമായ ഈ പ്രശ്നത്തിന് ഒരു തീർപ്പുണ്ടാക്കാൻ അക്ബർ ചക്രവർത്തി ബീർബലിനെ ചുമതലപ്പെടുത്തി. അക്ബർ ചക്രവർത്തിയുടെ വിശ്വസ്തനായ മന്ത്രിയാണ് ബീർബൽ. എല്ലാം കേട്ട ശേഷം ബീർബൽ കനകറാമിനോടും ചമൻലാലിനോടും അടുത്ത ദിവസം രാവിലെ ചക്രവർത്തിയുടെ ദർബാർ ഹാളിൽ വരാൻ പറഞ്ഞു. ദർബാർ ഹാളിൽ പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ എല്ലാവരും എത്തി. ഗൗരവത്തിലും അഹങ്കാരത്തിലും പൊതിഞ്ഞ് കനകറാമും വിഷമിച്ച് അവശനായി ചമൻലാലും എത്തി. ചക്രവർത്തി എഴുന്നള്ളി. ചക്രവർത്തി വന്നു. നിശബ്ദം. ഭൃത്യൻ ഒരു കണ്ണാടിയും 100 സ്വർണ നാണയങ്ങളും കൊണ്ടുവന്നു. ഹാളിന്റെ മധ്യത്തിൽ എല്ലാവരും കാണെ ബീർബൽ സ്വർണ നാണയങ്ങൾ കൂട്ടിയിട്ടു. അതിനു മുമ്പിൽ ഒരു കണ്ണാടിയും വെച്ചു. എന്നിട്ട് കനകറാമിനോട് ബീർബൽ ആജ്ഞാപിച്ചു, ആ കണ്ണാടിയിൽ കാണുന്ന സ്വർണ നാണയങ്ങൾ താങ്കളുടെ വകയാണ്, എടുത്തുകൊള്ളുക. അതെങ്ങനെ സാധിക്കും? കനകറാം ചോദിച്ചു. സ്വപ്നത്തിലെ കടം വീട്ടാൻ കണ്ണാടിയിലെ സ്വർണ നാണയങ്ങൾ മതിയാവും, ബീർബൽ പറഞ്ഞു. ചക്രവർത്തി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കനകറാമിന്റെ സമീപത്തേക്ക് ഭടന്മാർ വന്നു.
ശിക്ഷ കിട്ടുമെന്നുറപ്പായപ്പോൾ കനകറാം മാപ്പിനായി അപേക്ഷിച്ചു. അപ്പോൾ ചമൻലാൽ കരഞ്ഞുകൊണ്ട് ചക്രവർത്തിയോട് തന്റെ ചങ്ങാതിയെ ശിക്ഷിക്കരുതേ എന്നപേക്ഷിച്ചു. ചമൻലാൽ കനകറാമിനെ ശിക്ഷിക്കരുതേ എന്ന് അപേക്ഷിച്ചു ചക്രവർത്തിയോട്. ബീർബൽ പറഞ്ഞു, കനകറാം, സമ്പത്ത് ഇന്ന് വരും നാളെ പോകും. പക്ഷേ സ്നേഹം എന്നത് ശാശ്വതമാണ്. ഈ കർഷകനെ കണ്ട് നീ അത് പഠിക്കണം. അയാൾക്ക് 100 സ്വർണ നാണയങ്ങൾ നൽകുകയും ചെയ്യണം. അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അയാൾ തീരുമാനിക്കും. ചമൻലാൽ എന്ത് തീരുമാനമായിരിക്കും എടുത്തിരിക്കുക? ചക്രവർത്തി ഉൾപ്പെടെ എല്ലാവരും ബീർബലിനെ പ്രശംസിച്ചു.